ഏത് അസുഖത്തിനും അല്ലെങ്കിൽ അസുഖം വരാതിരിക്കാൻ എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഒന്നാമതായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇന്ത്യയിൽ ICMR ഗൈഡ് ലൈൻസ് ഉണ്ട്. അതനുസരിച്ച് നമുക്ക് വേണ്ട ഇന്ത്യൻസിന് വേണ്ട കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ദിവസം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കാനിരിക്കുന്നത് എങ്കിൽ ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതിനെ 4ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അതിലൊരു പോർഷൻ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് പോർഷൻ വേണം, ഒരു പോർഷൻ നമ്മുടെ പ്രോട്ടീൻ പോർഷൻ വേണം, ബാക്കി മൊത്തം നമ്മുടെ വെജിറ്റബിൾസ് ആയിരിക്കണം. അതായത് ഒരു ദിവസം നിങ്ങൾ 400 ഗ്രാം വെജിറ്റബിൾ എങ്കിലും കഴിക്കാൻ ശ്രമിക്കണം. കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വെയിറ്റ് അല്ല, കുക്ക് ചെയ്യുന്നതിന് മുമ്പത്തെ വെയിറ്റ് ആണ് കേട്ടോ നമ്മൾ പറയുന്നത്. അതുപോലെ 100 ഗ്രാം ഫ്രൂട്ട് എങ്കിലും നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. അത് ഇന്ന് ആപ്പിൾ എടുത്ത ഒരു മാസത്തേക്ക് ആപ്പിൾ എടുക്കണം എന്നല്ല പറയുന്നത്. സീസണലായിട്ട് വില കുറഞ്ഞ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പേരയ്ക്ക, നെല്ലിക്ക, നമ്മുടെ പറമ്പിലെ ചാമ്പങ്ങ, ഇനി വെജിറ്റബിൾസ് ആണെങ്കിലും മുരിങ്ങയില, നമ്മൾ ആഴ്ചയിൽ 1-2 ദിവസം ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എടുക്കണം. അത് ഏത് പേഷ്യൻസിനാണെങ്കിലും, അതായത് ഇപ്പോൾ നമ്മുടെ PCOD ആകട്ടെ, ഡയബറ്റീസ് ആകട്ടെ, നമ്മുടെ തൈറോയ്ഡ് ആവട്ടെ, ഏതിനാണെങ്കിലും, വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവർക്കാവട്ടെ, നോർമൽ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിന് ഇതെല്ലാം, പ്രഷർ ഉള്ളവർക്കാവട്ടെ ഒക്കെ നമ്മൾക്ക് ഈ ഒരു ഡയറ്റ് പാറ്റേൺ ഫോളോ ചെയ്താൽ മതിയാവും. പിന്നെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സേവറി ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കണം. അതായത് നമ്മളിപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് അല്ലെ കാണുന്ന കുറേ സ്മൂത്തി കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് ഭയങ്കര സ്വീറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഓട്സ്, പാല്, കുറേ ഈന്തപ്പഴം, ആ ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റ്, അത് സ്വീറ്റ് ടൈപ്പ് എടുക്കുന്നതിന് പകരം സേവറി ബ്രേക്ക്ഫാസ്റ്റ്, ഇപ്പം നമ്മുടെ പുട്ടും കടലയും നല്ലൊരു ഓപ്ഷനാണ്. ഒരു കുറ്റി പുട്ടൊന്നും കഴിക്കാനല്ല കേട്ടോ പറയുന്നത്. ഒരു 1/4 കുറ്റി അല്ലെങ്കിൽ 1/2 കുറ്റി പുട്ട്, ഒരു കടലക്കറി, വെജിറ്റബിൾസ്. ഇനി നിങ്ങൾക്ക് ഈ വെജിറ്റബിൾസ് എടുക്കാൻ രാവിലെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ആ പുട്ട് നനയ്ക്കുന്ന മാവിൻ്റെ അകത്തോട്ട് ഒരു ക്യാരറ്റോ ബീട്രൂട്ടോ ഗ്രീൻ ലീഫ് വെജിറ്റബിൾസോ അരച്ച് ചേർത്തിട്ട് അതിൽ നിങ്ങളുടെ പുട്ട് കുഴയ്ക്കുക. അതിപ്പോൾ നിങ്ങൾക്ക് ഇഡ്ഡലി മാവിലാണെങ്കിലും ദോശ മാവിലാണെങ്കിലും അപ്പത്തിൻ്റെ മാവിലാണെങ്കിലും ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒപ്പം ഒരു പ്രോട്ടീൻ കണ്ടൻറ്റുള്ള കറി. പിന്നെ മിഡ് മോർണിംഗ് ടൈമിൽ എന്തെങ്കിലും ഫ്രൂട്ടോ വെജിറ്റബിളോ. ലഞ്ചിന് ചോറ് എടുക്കുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മില്ലറ്റ് വേവിച്ചത് എടുക്കാം. ഒരു 6 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 8 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾ നിർത്തുക. അതിൻ്റെ ഒപ്പം ഒരു പ്രോട്ടീൻ കണ്ടൻറ്റുള്ള കറി, തോരൻ, മെഴുക്കുവരട്ടി, വെജിറ്റബിൾസ് ധാരാളമായിട്ട് എടുക്കുക. ഈവനിങ് ആണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള അവൽ നനച്ചത്, ഏത്തപ്പഴം, നട്ട്സ്. ഇപ്പോൾ ഏത്തപ്പഴം നമ്മൾ പറയും ഷുഗർ പേഷ്യൻസിന് അല്ലെങ്കിൽ PCOD ഉള്ളവർ കഴിക്കാനേ പാടില്ല എന്ന്. പക്ഷെ അത് തെറ്റാണ്. നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇപ്പോൾ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് കഴിക്കുന്നതാണോ അത് ഏത്തപ്പഴം കഴിക്കുന്നതാണോ നല്ലതെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഏത്തപ്പഴം കഴിക്കുന്നതാണ്. ഇപ്പോൾ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റിൽ ഷുഗർ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ മൈദ കൊണ്ടാകാം, റിഫൈൻഡ് ഓയിൽ കൊണ്ടാകാം, ബേക്ക് ചെയ്യുന്നതാകാം. അതിൽ എത്രയും നല്ലതാണ് പ്രകൃതിയിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്ന ഏത്തപ്പഴം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നട്ട്സ് എടുക്കാം. ഡിന്നറിലോട്ട് വരുമ്പോൾ, ഡിന്നർ ഇപ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ കഴിച്ചത് അത് തന്നെ പകുതി കഴിക്കാം. അല്ലാണ്ട് അതിന് വേണ്ടി സ്പെഷ്യൽ ഫുഡ് കഴിക്കണമെന്നൊന്നുമില്ല. ഈ മില്ലറ്റ് വേവിച്ചത് തന്നെ വേണമെങ്കിൽ എടുക്കാം. മില്ലറ്റ് വേവിച്ചത് ഇപ്പോൾ ചോറിന് പകരമാട്ടോ നമ്മൾ മില്ലറ്റ് വേവിച്ചത് കഴിക്കുന്നത്. അതിൻ്റെ ഒപ്പം നമ്മൾ പ്രോട്ടീനുള്ള കറിയും വെജിറ്റബിൾസും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കണം. അതല്ലാതെ ചോറിന് പകരം വേറെ ഒന്നും കഴിക്കണ്ടല്ലോ, എന്നാൽ മില്ലറ്റ് മാത്രം വേവിച്ചത് കഴിക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് യാതൊരു ഗുണത്തേക്കാൾ വരെ ദോഷം വരും. കാര്യം പ്രോട്ടീനുള്ള കറിയും വന്നിട്ടില്ല, വെജിറ്റബിൾസും വന്നിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, റിഫൈൻഡ് ഓയിൽ, റിഫൈൻഡ് ഫ്ലോർ, റിഫൈൻഡ് ഷുഗർ എന്നിവ നിങ്ങൾ നിർബന്ധമായിട്ടും ഒഴിവാക്കണം. അതുപോലെ 10 ഗ്ലാസ് വെള്ളം കുടിക്കാൻ നോക്കുക. വെയിൽ ധാരാളം എന്ന് പറയാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് താങ്ങാവുന്ന ഒരു ചൂടിൽ വെയിൽ കൊള്ളാൻ നോക്കുക. ഇനി വെജിറ്റേറിയൻസിനാണെങ്കിൽ പൾസസ്, സോയ ചങ്ക്സ്, ദാലുകൾ, ഗ്രീക്ക് യോഗേർട്ട്, പനീർ, ടോഫു ഒക്കെ പ്രോട്ടീന് നല്ല സോഴ്സാണ്. അപ്പോൾ വെജിറ്റേറിയൻസ് അല്ലെങ്കിൽ പോലും നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിലും 3 നേരം മുട്ടയും ഇറച്ചിയും മീനും കഴിച്ചുകൊണ്ടിരുന്നാൽ അത് നല്ലതല്ല. മുട്ടയൊക്കെ നമുക്ക് കഴിക്കും, ഒരു ദിവസം 2 മുട്ടയൊക്കെ കഴിക്കാം. പക്ഷേ ഇത് എല്ലാ നേരവും അത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കാനും പാടില്ല. അപ്പോൾ നമ്മൾക്ക് വെജിറ്റബിൾ വേണം, ഫ്രൂട്ട് വേണം, പ്രോട്ടീൻ വേണം, സിറിയൽസ് വേണം. അരിയാണെങ്കിൽ മട്ട അരിയോ ബ്രൗൺ റൈസോ മില്ലറ്റുകളോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി കുക്ക് ചെയ്യാൻ പ്രയാസമുള്ളവർക്ക് ഈ മില്ലറ്റിൻ്റെ അകത്തോട്ട് വെജിറ്റബിൾസും ഗ്രീൻ പീസൊക്കെ ആഡ് ചെയ്ത് പുലാവ് പോലെയോ കിച്ചടി പോലെയൊക്കെ കഴിക്കാവുന്നതാണ്. ഇനി ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും സീഡുകൾ എടുക്കാൻ നിങ്ങൾ നോക്കുക. സീഡുകൾ നമുക്ക് സിങ്ക് കിട്ടാൻ, മഗ്നീഷ്യം കിട്ടാൻ, സെലീനിയം കിട്ടാൻ, omega-3 ഫാറ്റി ആസിഡ്സ് കിട്ടാനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് പിന്നെ വരുന്നത് കാൽഷ്യം റിക്വയർമെൻ്റ് ഉണ്ട്. അത് ഏത്
നമുക്ക് വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ റിക്വയർമെൻ്റ് ഉണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുകയാണ്. കാൽഷ്യം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ മീനുകൾ കഴിക്കാം. വെജിറ്റേറിയൻസാണ് പനീർ, ടോഫു, ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ്, സെസമി സീഡ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ വെച്ച് നമ്മുടെ സാധനങ്ങൾ വെച്ച് ഫാൻസി ഐറ്റം ഒന്നും വേണ്ട. നമ്മുടെ നാട്ടിലെ ഫുഡെല്ലാം സൂപ്പർ ഫുഡ് തന്നെയാണ്. ഒരു ഫാൻസി പേരിൽ ഇത് കഴിച്ചാൽ ഇത് കുറയും, ഇത് കഴിച്ചാൽ ഇത് കുറയും ഒന്നും വേണ്ട. നാട്ടിലുള്ള എള്ള്, ഇപ്പോൾ സീഡുകളാണെങ്കിലും എള്ള് നമുക്ക് ഉപയോഗിക്കാം. ആശാളി സീഡ്സ്, അതൊക്കെ നമുക്ക് അയൺ കിട്ടാൻ വളരെ ഹെൽപ്പ് ചെയ്യും. അങ്ങനത്തെ സീഡുകൾ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏത് അസുഖത്തിനും, ഷുഗർ ആകട്ടെ, PCOD ആകട്ടെ, തൈറോയ്ഡ് ആകട്ടെ, എന്തിനും നമ്മൾക്ക് ഈ ഒരു പാറ്റേണിൽ ഭക്ഷണം കഴിച്ചാൽ വെയിറ്റും കുറയും, നമ്മൾക്ക് അസുഖങ്ങളും വരാതിരിക്കും. അതിന് പ്രത്യേകിച്ച് ഫാൻസി ഡയറ്റോ ഫാൻസി ആവശ്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങൾ ബാലൻസ് ചെയ്ത് കഴിക്കുക. എങ്ങനെ പ്ലേറ്റ് സെറ്റ് ചെയ്യാമെന്ന് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ റെഫർ ചെയ്തിട്ട് അതുപോലെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു.